ചിത്രവും ഗീതവും തമ്മിൽ അഭേദ്യമായിട്ടൊരു ബന്ധമുണ്ട്. ചിത്രങ്ങൾ കൊണ്ട് സംഗീതമുണ്ടാക്കുന്നവരും സംഗീതത്തിൽ ചിത്രം ചാലിച്ചെടുക്കുന്നവരും. ഇന്ന് ഈ ദിവസം ചിത്രഗീതം മനസ്സിൽ ഓർമ്മ വരുന്നത് അത്തരത്തിലുള്ള രണ്ട് അതിഥികൾ നമ്മുടെ കൂടെ ഉണ്ട്. ശ്രീ ഗോപി സുന്ദറും ശ്രീ മുഹമ്മദ് മക്ബൂൽ മൻസൂറും. ആ പേര് തെറ്റിപ്പോകാതിരിക്കാനാണ് വളരെ കൃത്യമായിട്ടത് ഉച്ചരിച്ചത്. സ്വാഗതം ധൂമിലേക്ക് രണ്ടുപേർക്കും. രണ്ടുപേരെയും കാത്തിരിക്കുകയായിരുന്നു ഒന്നിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. മുക്കത്തെ പെണ്ണ് അത്രയ്ക്ക് കേരളക്കാരെ മാത്രമല്ല, നമ്മുടെ പുറത്ത് ലോകത്തുള്ള എല്ലാ മലയാളികളും നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു ഗാനമായിരുന്നു. അപ്പോൾ ആൾക്കാരിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ പറയും, ഈ രണ്ടുപേരെയും കിട്ടിയിട്ട് മുക്കത്തെ പെണ്ണ് അവരുടെ വായിൽ നിന്നൊന്ന് കേൾക്കട്ടെ, എന്നിട്ട് വർത്തമാനം പറയാന്ന്. ഒന്ന് കേട്ടാലോ? കേരളമെമ്പാടും എല്ലാവരും മനസ്സിലിട്ട് താലോലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാട്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് പാട്ടുകൾ ഹിറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് മനസ്സിൽ പാടിയിട്ടുണ്ട്. ഇതൊരു ഇമോഷണൽ ഹിറ്റാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇമോഷണലി അറ്റാക്ക് ചെയ്യുന്ന എന്റെ ആദ്യത്തെ സോങ് ആയിരിക്കും. സ്വയം അങ്ങനെ തോന്നിയില്ലേ? സ്വയം അങ്ങനെ തോന്നി, എന്നെ കൊണ്ട് തോന്നിപ്പിച്ചു. എല്ലാവരും എന്നെ വിളിച്ചിട്ട് അവരെൻ്റെ അടുത്ത് സംസാരിക്കുന്നില്ല. ഇറ്റ്സ് ലൈക്ക് വളരെ ഇമോഷണൽ ആയിട്ടാണ് പലരും റിയാക്ട് ചെയ്യുന്നത്. വളരെ സെന്റിമെന്റലാണ്. എന്നെ ഒരുപാട് വിമർശനങ്ങളിലൊക്കെ എന്നെ വഴക്ക് പറഞ്ഞിരുന്നവരൊക്കെ തിരിച്ച് സോറി പറയുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിച്ച ഒരു പാട്ടാണ്. അതിനെന്നും നമ്മൾ ദൈവത്തിനോട് നന്ദി പറയും. മക്ബൂലാണ് അതിന്റെ വരികൾ എഴുതിയിരിക്കുന്നത്. സോ മക്ബൂൽ ഇപ്പോൾ ഇത് പാടും. സോ വിൽ ഓൾ എൻജോയ്. മക്ബൂലിനോട് ചേർന്ന് ഗോപിയും പാടിയിട്ടുണ്ട്. ഞാൻ അവിടെയൊക്കെ ചെറിയ സ്വരങ്ങളെ കൊണ്ടുള്ള ഒരു കളിയായിരുന്നു അല്ലേ? കളിയൊന്നുമില്ല, അതൊരു സിമ്പിൾ സ്വരം. പക്ഷെ നമുക്കത് നമ്മുടെ മനസ്സിനെ ആഴത്തില് ഇമോഷണലി ഒരു മുറിവേൽപ്പിക്കുന്ന ഒരു പാട്ടെന്നും കൂടി പറയും. ആ മുറിവ് ഒരു സുഖകരമായിട്ടുള്ള ഒരു മുറിവായിട്ടാണ് മാറുന്നത്. പ്രണയമാണ്, ഫുൾ ആൻഡ് ഫുൾ പ്രണയമാണ് ആ പാട്ട്. ചേട്ടൻ കമ്പോസ് ചെയ്ത സമയത്ത് ആ ഒരു പിറവി പോലെ തന്നെ ആവാം അത് അല്ലേ? എന്നിലേലിനാൽ പടച്ച പെണ്ണെ, മുക്കത്തെ മണ്ണിലായി പിറന്ന പെണ്ണെ, എന്നിലെ റൂഹിന്റെ പകുതിയല്ലേ, എന്നിലെ നൂറായി നീ നിറഞ്ഞതല്ലേ, എന്നിലെ വെളിച്ചവും നീയേ, മുത്തായി നീ മിന്നണ മാലയല്ലേ, എന്നിലെ ഇഷ്കിന്റെ നൂറേ, ആരും കാണാവൊളിയും നീയേ, എന്റെ കിതാബിലെ പെണ്ണേ, എന്റെ കിതാബിലെ പെണ്ണേ. ബാക്കിയുള്ള വരികളും കൂടി പക്ഷെ സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ ആ വരികള് അത് കേൾക്കുന്നത് തന്നെയാണ്. എങ്ങനെയായിരുന്നു ഇത് ഈ വരികൾ മനസ്സിൽ വന്നത്? തീർച്ചയായിട്ടും ശ്രീ ഗോപി ആ ഒരു ഈണ ഇട്ടിട്ടുണ്ടാവും. 4 മിനിറ്റ് കൊണ്ട് ഈ പാട്ട് മനസ്സിൽ വന്നു അല്ലേ? 5 മിനിറ്റ് ഉണ്ടായത്. എന്താ പറയാ, പെട്ടെന്നാണ് പൃഥ്വിരാജും ഡയറക്ടറും കൂടി പെട്ടെന്നൊരു പാട്ട് വേണമെന്ന് പറയുന്നത്. ആ പാട്ട് തീം സോങ് ആയിട്ടല്ല, ഒരു പെട്ടെന്ന് ഒരു സിറ്റുവേഷനിൽ ഒരു സോങ് നമുക്ക് കുറച്ചൊരു ഡ്രാഗി ഒരു പോർഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പെട്ടെന്നൊരു പാട്ട് വേണമെന്ന് തോന്നി. അങ്ങനെ ഒരു ഐഡിയ നിന്നാണ് പെട്ടെന്ന് ഒരു ട്യൂൺ ചെയ്യണമെന്ന് തോന്നി. പെട്ടെന്ന് ആ സമയത്ത് എൻ്റെ മുമ്പിൽ കാണുന്നത് ഇദ്ദേഹം മാത്രമാണ്. അതോടെ ഹമ്മിങ് പാടാൻ വേണ്ടി വന്നതാണ് അദ്ദേഹം. എൻ്റെ പല സിനിമകൾക്കും ഹമ്മിങ്സ് ഒക്കെ പാടാറുണ്ട്. സോ ഇതിൽ കുറച്ച് സൂഫി കൈൻഡ് ഓഫ് ആലാപ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ടായിരുന്നു. എനിക്കെന്തോ മനസ്സിൽ നിന്ന് ദൈവം തോന്നിച്ചു, മുഹമ്മദേ പ്ലീസ് റൈറ്റ് സംതിങ് എന്ന് പറഞ്ഞു. ഈ ട്യൂണ് കൊടുത്തു. അദ്ദേഹം എഴുതാനും തുടങ്ങി. എല്ലാം ഒരു എന്താ പറയുക, മൊയ്തീൻ ശരിക്കും എൻ്റെ സ്റ്റുഡിയോയിൽ അന്ന് ഞങ്ങൾ രണ്ടുപേരും ഫീൽ ചെയ്തു. അതാണ് ഒരു വലിയ അനുഗ്രഹമായത്. ഞങ്ങൾക്ക് ഇങ്ങനെ വളരെ റെയറായിട്ട് ചില സിനിമകളിൽ മാത്രമേ ആ ഒരു ക്യാരക്ടേഴ്സ് നമുക്ക് ഉള്ളിലോട്ട് എടുക്കാൻ കഴിയും. ഇതൊരു റിയൽ സ്റ്റോറി, ഒരു ജീവിതം ശരിക്കും ഞങ്ങൾ ഈ സിനിമയിലൂടെ അനുഭവിച്ചറിയായിരുന്നു. മൊയ്തീൻ്റെ കാഞ്ചനമാലയുടെയും പ്രണയം, അവരുടെ രണ്ടുപേരുടെയും പ്രണയം. ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള ജോമണ്ടി ജോൺ ആയിക്കോട്ടെ, RS വിമൽ ആയിക്കോട്ടെ, പൃഥ്വിരാജ് ആയിക്കോട്ടെ, പാർവതി ആയിക്കോട്ടെ, എല്ലാവരും, അല്ലെങ്കിൽ ഇതിൽ വർക്ക് ചെയ്തൊരു ലൈറ്റ് ബോയ് പോലും, എല്ലാവരും, എഡിറ്റർ മഹേഷ് നാരായണൻ, എല്ലാവരും ഒരുമിച്ച് നിന്ന് അവരുടെ പ്രണയത്തിനെ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ അവരെക്കാൾ കൂടുതൽ ഞങ്ങൾ പ്രണയിച്ചു. അതാണ് ഈ സിനിമയുടെ വിജയത്തിന് കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ പറയാറുണ്ട്, ഓരോ ധാന്യമണിയിലും അത്
കഴിക്കേണ്ട ആളുടെ പേര് കുത്തിവെച്ചിട്ടുണ്ടാവുന്നത്. അതുപോലെ ഈ പാട്ട് ഒരുപക്ഷെ ശ്രീ ഗോപി സുന്ദറിന്റെ ഇതിനെ ഈണം ഇടുന്നു, ഈ പാട്ട് വേണമെന്ന് പറയുന്നു. ആ സമയത്ത് ഒരു അവധൂതനെ പോലെ എന്നൊക്കെ നമ്മൾ പറയും, മുഹമ്മദ് മഖ്ബൂൽ കൂടെ ഉണ്ടാവുന്നു. ആ പാട്ട് അവിടെ ഉണ്ടാവണമെന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം നിശ്ചയമാണ്. എൻ്റെ മുമ്പിൽ മഖ്ബൂൽ പോലൊരു ആർട്ടിസ്റ്റ് ആ മുമ്പിൽ എൻ്റെ മുമ്പിൽ അന്ന് കണ്ടു, അദ്ദേഹം എഴുതി. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും സോൾഫുൾ ആയിട്ട് അദ്ദേഹം എഴുതുന്നു. എനിക്ക് ഇതിനു മുമ്പ് ഒരു ലൈൻസോ ഒരു ലിറിക്സോ അദ്ദേഹം എഴുതി ഞാൻ കേട്ടിട്ടില്ല, എനിക്കറിയുമില്ല. എൻ്റെ മനസ്സിന് തോന്നി ഇദ്ദേഹം എൻ്റെ മുമ്പിലുണ്ട്, ദൈവമായിട്ട് എനിക്ക് കാണിച്ചു തന്നാണ് മഖ്ബൂലിനെ. ഞാനങ്ങ് അർപ്പിച്ചു, മഖ്ബൂൽ ദിസ് ഇസ് മൈ ട്യൂൺ, ജസ്റ്റ് റൈറ്റ് ഇറ്റ്. മഖ്ബൂലൊന്നും അറിയില്ല, മഖ്ബൂൽ എന്തോ ഒരു ശക്തി കിട്ടിയ പോലെ മഖ്ബൂൽ അങ്ങ് എഴുതാൻ തുടങ്ങി. മഖ്ബൂൽ ഇതിനു മുമ്പ് ലിറിക്സ് എഴുതിയിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അത് ഒന്ന് കേൾക്കാല്ലേ, എങ്ങനെയായിരുന്നു? ചേട്ടൻ ഞാൻ ഈ സ്വരം പാടുമായിരുന്നു. ആദ്യം സ്വരം മാത്രമായിരുന്നു പ്ലാനിങ്, പിന്നെ അതിന് ശേഷമാണ് ഈ കോളൊക്കെ വന്ന് അങ്ങനെ ആ ഒരു ഡിസ്കഷൻ. അതൊരു തീമായിരുന്നു, അപ്പം ഒന്നും പ്ലാൻഡ് അല്ല. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചു. ചേട്ടനൊരു ട്യൂൺ, ഞാൻ സ്റ്റുഡിയോയിൽ നിൽക്കുക, സ്വരം പാടിയിട്ടുണ്ട്. ചേട്ടൻ അകത്തോട്ട് വന്നു. ചേട്ടൻ ഈ ഒരു ട്യൂൺ വെറുതെ എനിക്ക് പാടാൻ വേണ്ടിയിട്ട് ഒരു ട്യൂൺ ഇങ്ങനെ പാടുമ്പം ഇറ്റ്സ് ലൈക്ക് എ മാജിക്. ശരിക്കും ഞാൻ പറഞ്ഞു, അത് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഫീൽ ചെയ്ത ഒരു സാധനമാണ് അത്. എങ്കിലും ഈ എന്നിലെ എല്ലിനാൽ പടച്ച പെണ്ണെ അസാധ്യമായിട്ട് നമുക്കൊരു കവിത മനസ്സിൽ വരണം. ആ വികാരം, ആ പ്രണയത്തിന്റെ ആ തീവ്രത ഒക്കെ മനസ്സിൽ വരണം. ഞാൻ എപ്പോഴും ചെയ്യാറുള്ളൊരു കാര്യമുണ്ട്. അപ്പൊ ഞാൻ ഒരിക്കലും ഒരു മ്യൂസീഷ്യനെ ഒരു സ്റ്റുഡിയോയിലോട്ട് വിളിച്ച് വായിപ്പിക്കുമ്പോൾ ഞാൻ എൻ്റെ നൊട്ടേഷൻ അല്ല അവരിലോട്ട് ഇൻജെക്ട് ചെയ്യുന്നത്, എൻ്റെ ഫീലിങ്സ് ആണ് അവരിലോട്ട് ഇൻജെക്ട് ചെയ്യുന്നത്. ആ മൂഡ് കാര്യങ്ങൾ അവരെ കാണിച്ചു കൊടുക്കും. സിനിമ എനിക്ക് എന്തൊക്കെയാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ആ സീക്വൻസ് ഒക്കെ ഞാൻ ആദ്യം കാണിച്ചു കൊടുക്കും. അത് തന്നെ മാനസികമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിൻ്റെ ഫീലിങ്സ് അവർക്ക്. ഇതെല്ലാം മ്യൂസിക് ഈസ് ഓൾവേസ് അബൌട്ട് ഫീലിംഗ്. നമ്മൾ കൊടുക്കുന്ന സ്വരങ്ങളോ നൊട്ടേഷനോ അതിൻ്റെ പ്ലേസ്മെൻറ്റ്സ് മാത്രമല്ല മ്യൂസിക് എന്ന് പറഞ്ഞത് മനസ്സിൽ നിന്ന് മനസ്സിലോട്ടുള്ളൊരു യാത്രയായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ ആ യാത്രയിലോട്ട് എത്താനുള്ള കഠിനമായ പ്രയത്നത്തിന് ഈ ഒരു പാട്ട് സാക്ഷാത്കരിക്കപ്പെട്ടു, അല്ലെങ്കിൽ അത് സാക്ഷ്യം വഹിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും മനോഹരമായിട്ട് ഇദ്ദേഹത്തിന് ആ ഒരു മൂഡിലോട്ട് എത്തിക്കാൻ എനിക്ക് സാധിച്ചു. അറ്റ് ദ സെയിം ടൈം അതിനു മുമ്പ് ഈ ട്യൂൺ ഞാൻ അദ്ദേഹത്തിനോട് പാടിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ സ്റ്റുഡിയോയിൽ വേറെ ഹമ്മിങ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ തന്നെ ഇതിന്റെ പല സീക്വൻസുകളും ഞാൻ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ആ മൂഡായിട്ട് സെറ്റായി. സോ എനി അതർ മ്യൂസിഷ്യൻ ഹൂ കംസ് ടു വർക്ക് വിത്ത് മീ, എനിക്ക് അധികം അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ എനിക്ക് വേണ്ട നൊട്ടേഷൻ ഇതാണ്, കാര്യം കൊടുത്തു കഴിഞ്ഞാൽ അവർ വായിക്കുന്നത് ആ ഞാനാകുന്ന മ്യൂസിക് ഡയറക്ടർ എന്താണോ ആഗ്രഹിക്കുന്നത് ആ മ്യൂസിക് ഡയറക്ടറിൻ്റെ പോയിന്റിൽ അവരൊരു മ്യൂസിക് ഡയറക്ടറായിട്ടാണ് അവർ പ്ലേ ചെയ്യുന്നത്. സോ അവരുടെ ഉള്ളിലൊരു ഡയറക്ഷൻ ഞാൻ കൊടുക്കുന്നുണ്ട്. അത് മാനസികമാണ്. അത് തന്നെയായിരിക്കും ഇത്രയും സിനിമകൾ വിജയിക്കാനുള്ള റീസൺ അല്ല. ഇപ്പം ഇതിൽ വരികൾ എഴുതിയത് മാത്രമല്ല, ഇത് ആലപിച്ചിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് മഖ്ബൂൽ? കവിയാണോ, പാട്ടുകാരനാണോ, അതോ ഒരു സൂഫി മ്യൂസിക്കിനൊക്കെ മനസ്സുകൊണ്ട് ആരാധിക്കുന്ന? ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്യും, പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരാളാണ്, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. എനിക്ക് ഉറങ്ങാൻ ഇഷ്ടമാണ്, ഞാൻ നന്നായിട്ട് ഉറങ്ങും. ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണ്, നന്നായിട്ട് ഫുഡ് കഴിക്കും, നന്നായിട്ട് യാത്രകൾ ചെയ്യും, എല്ലായിടത്തും പോകും. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. നിറഞ്ഞ വയറ്റിൽ നിറഞ്ഞ ചിന്തകൾ ഉണ്ടാവും എന്ന് പറയും. പക്ഷെ അതായിരിക്കും. നന്നായിട്ട് പട്ടിണിയും കിടക്കും. നോമ്പൊക്കെ കൃത്യമായിട്ട് പിടിക്കുന്ന ഒരാളാണ്, ചുമ്മയും നോമ്പ് എടുക്കുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെ, പക്ഷെ അതിന്റെ ഒരു ശക്തിയായിരിക്കും കേട്ടോ ആ പാട്ടിൽ വന്നത്. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയുടെയും ത്യാഗത്തിന്റെയും ഒക്കെ ആദ്യത്തെ ഒരു 20 minutes കണ്ടായിരുന്നു. അപ്പോൾ മനസ്സിൽ ആ ഫിലിമിന്റെ ഒരു ഇമോഷൻ കിട്ടി. പിന്നെ ചേട്ടൻ കുറച്ച് അവിടെ നിന്ന് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഫീല് പിടിയിട്ട് ചേട്ടൻ പാടിക്കൊണ്ടിരുന്നപ്പം റിയലി ഐ ഫെൽ സംതിങ്, എന്തോ ഒരു സാധനം. ഞാൻ ചേട്ടനിങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ തൊട്ടു. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ലയിച്ച് പാടിക്കൊണ്ടിരിക്കുക. ആ നിമിഷം തോന്നിയതാണ് എന്നിലെ എല്ലിനാൽ ഒരു ഷോക്ക് അടിച്ചിട്ടുണ്ട്. ആ ഷോക്ക് എന്നാണ് അത് എഴുതിയത്. ആ നിമിഷം അത് ഫ്യൂ മിനിറ്റ്സിൽ അത് തീർന്നു. എന്നത് പ്രേക്ഷകർക്കൊക്കെ ഇത് കേൾക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവും. ഈ പാട്ടിന്റെ ഒരു പിറവി ഇത് എങ്ങനെയായിരുന്നു? ആ ഒരു സോളാണ് എല്ലാവർക്കും കിട്ടുന്നത്. നമ്മുടെ അതിന്റെ ആത്മാവ് ശരിക്കും എൻ്റെ സ്റ്റുഡിയോയിൽ ഞങ്ങൾ ശരിക്കും മൊയ്തീനെ ഫീൽ ചെയ്തു എന്ന് പറയുന്നത് സത്യമാണ്. അത് ആരും വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ അത് സത്യമാണ്. നമ്മൾ ആ ഒരു സ്പിരിറ്റ് അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് എനർജി ഞങ്ങളുടെ ഇതിൽ വർക്ക് ചെയ്ത എല്ലാ മ്യൂസീഷ്യനും ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഇതിനു മുമ്പ് ഞാൻ ഫീൽ ചെയ്തിട്ടുള്ളത് ഉസ്താദ് ഹോട്ടൽ എന്ന് പറഞ്ഞ സിനിമയിലാണ്. അതിനുശേഷം ഈ സിനിമയിലാണ് എനിക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നത്. നമുക്കൊരു ഇമോഷണൽ സീക്വൻസ് ഒരു ആർട്ടിസ്റ്റിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ 4 നോട്ട്സേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ, പക്ഷെ അവർ തിരിച്ചു തരുന്നത് 16 നോട്ട്സ് ആയിട്ടാണ്. സോ എല്ലാത്തിലും അതിൻ്റെ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. സോ ഇതൊരു മനസ്സിൽ നിന്ന് മനസ്സിലോട്ടാണ് ഇതിൻ്റെ സഞ്ചാരം. അത് നമ്മൾ മനസ്സിൽ നിന്ന് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ, ബ്രെയിൻ യൂസ് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മനസ്സിന്നുണ്ടാകുന്ന സംഗീതം എന്നും പ്രേക്ഷകരുടെ മനസ്സിലോട്ട് തന്നെ കയറുന്നതാണ് എൻ്റെ വിശ്വാസം. രണ്ടുപേരും ഇതിനു മുമ്പും ഒരു സിനിമയിൽ
അതെ, ഞങ്ങള് റസൂലല്ലാ സലാല മൊബൈൽ. അത് രണ്ടുപേരും കൂടി അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. എന്റെ തൊട്ട് സൈഡിൽ ഒരാൾ തളർന്നിരിപ്പുണ്ട്, അത് ഇദ്ദേഹമാണ്. അതെന്ത് പറ്റി? അതായിരുന്നു വേഷം. അതായത് വേഷത്തിന്റെ വേഷമൊക്കെ ഇട്ട് ആകെ രാത്രിയായിരുന്നു. അപ്പൊ ഇദ്ദേഹം തളർന്ന് വീഴാറായി. അപ്പൊ ഞാനിങ്ങനെ എന്തൊക്കെ ചെയ്താൽ ഞാനാണ് സെന്ററിൽ ഇരിക്കുന്നത്. അപ്പൊ ഞാനൊന്ന് കൈ കാലൊക്കെ ആട്ടിയേ പറ്റത്തുള്ളൂ. അങ്ങനെ ആ ഒരു ദിവസം അങ്ങനെ കടന്നു. ഒരു പെർട്ടിക്കുലർ ഡേ ആയിരുന്നു അദ്ദേഹത്തിന്റെ ലൈഫിൽ അത്. സോ നല്ലൊരു ബന്ധം വന്നു അല്ലെ ഈ ഒരു. ഇല്ല, ആദ്യമേ ചേട്ടൻ ഭയങ്കര മോസ്റ്റ് കൂളസ്റ്റ് മ്യൂസിക് ഡയറക്ടറാണ്. ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. നമ്മളുടെ കംഫർട്ട് അനുസരിച്ചാണ് ചേട്ടൻ വർക്ക് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് ഒരിക്കലും ഒരു പ്രശ്നം ഫീൽ ചെയ്തിട്ടില്ല. നമ്മളെ ഏറ്റവും എന്റർടൈൻ ചെയ്ത് നമുക്ക് എന്താണ് ഇഷ്ടം അത് ഗോപിയുടെ ആ ഒരു മൈൻഡ് ബേസിക്കലി അങ്ങനെയാണ്. ഉസ്താദ് ഹോട്ടലായി കഴിഞ്ഞാലും അൻവർ ആയി കഴിഞ്ഞാലും തുടക്കം തൊട്ടുള്ള അല്ല, ഗോപിച്ചേട്ടൻ്റെ ബേസിക് നേച്ചർ അതാണ്. ഞാൻ ആദ്യമായിട്ട് പാടുന്ന ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞ ഒരു മൂവിക്ക് ഒരു ഹമ്മിങ് ആലാപാണ് ഫസ്റ്റ് പാടുന്നത്. 4 വർഷമായി ഇപ്പം ചേട്ടൻ്റെ ഒപ്പം ഇങ്ങനെ പല സിനിമകളിലും ഇങ്ങനെ കുറച്ച് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം ദിസ് ഇസ് ലൈക്ക് എ ബ്രേക്ക് എന്നല്ല, അതിലുപരി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പോലും മറക്കാൻ പറ്റാത്തൊരു പാട്ട്. ഇതിപ്പോൾ വേറെ ആര് പാടിയാലും ഞാനും ഈ പാട്ടിൻ്റെ ഒരു ഫാനായിരിക്കും. ഇത് ആരെഴുതിയാലും ഞാനും ഈ പാട്ടിൻ്റെ ഒരു ഫാനായിരിക്കും. കാരണം അങ്ങനത്തെ ഒരു പാട്ടാണ്. അപ്പോൾ എനിക്ക് എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ ബർത്ത്ഡേക്ക്, അതെ അതെ, ഇത് ബർത്ത്ഡേക്ക് ഒരു നിമിത്തം പോലെ എല്ലാ ബർത്ത്ഡേക്കും മക്ബൂൽ എൻ്റെ കൂടെ ഉണ്ടാവും. ഈ കഴിഞ്ഞ 4 വർഷത്തിൽ 3 വർഷം ഞങ്ങൾ ഒരുമിച്ചുണ്ട്. എന്റെ എന്തൊക്കെയോ ഈ ബർത്ത്ഡേക്ക് വന്നപ്പോ ഈ ബർത്ത്ഡേക്കാണ് ഈ പാട്ട് സംഭവിക്കുന്നത്. അതിനുശേഷം ഞങ്ങള് സർപ്രൈസിംഗ്ലി ഞങ്ങൾ എല്ലാവരും പോയിട്ട് കേക്ക് ഒക്കെ കൊടുത്ത് ഞങ്ങളൊരു ബർത്ത്ഡേ ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു. ബ്ലെസ്ഡ് മൊമെന്റ്സ് അല്ല, എന്താ പറയാ, നമ്മളുടെ ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറഞ്ഞു. ഇന്ന് എന്റെ ടൈം, മക്ബൂലിന്റെ ടൈം, നാളെ വേറെ വരുമല്ലേ. ഈ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഈ സിനിമയെ കുറിച്ചും പറയണം. ഇന്ന് നിന്റെ മൊയ്തീൻ, അതില് പശ്ചാത്തല സംഗീതം ചെയ്തിരിക്കുന്നത് ഗോപിയാണ്. ഒരു അതിലുള്ള മഴ പോലെ, അതിലൊഴുകുന്ന പുഴ പോലെ, അതിലെ പ്രണയം പോലെ ഒത്തുചേർന്ന് നിൽക്കുന്നുണ്ട് ഓരോ സീനിലായി. എവിടെയാണ് ഇവിടെ പശ്ചാത്തല സംഗീതം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നല്ല തോന്നുന്നു, ഇല്ല എന്ന്. അങ്ങനെ തോന്നുന്നിടത്താണ് ഒരു സിനിമയുടെ വിജയം. അതെ, തീർച്ചയായിട്ടും ബാക്ക്ഗ്രൗണ്ട് സ്കോർ പശ്ചാത്തലമാണ്. പ്രതലം നന്നാവുമ്പോൾ പശ്ചാത്തലം നന്നാവും, അത്രേ ഉള്ളൂ. അതെങ്ങനെയായിരുന്നു വിമൽ, അത് ഇതിന്റെ കഥ പറഞ്ഞു എങ്ങനെയായിരുന്നു അത്? അങ്ങനെ ഒരു കഥ പറയലോ ഒന്നും ഉണ്ടായിട്ടില്ല. ആക്ച്വലി കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു ഡയറക്ടറിന് അതിന് മുമ്പ് കഥ പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഈ കഥ എന്തായാലും കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം വിമലിന്റെ ബ്ലഡാണ് എടുത്ത് കാണിച്ചു തരുന്നത്. ഹീ ഷോഡ് മീ ഹിസ് ബ്ലഡ് ഔട്ട് ഓഫ് ദിസ്. പുള്ളിയുടെ രക്തം എനിക്ക് ഫീൽ ചെയ്യാൻ കഴിഞ്ഞു ആ മൊയ്തീൻ എന്ന് പറഞ്ഞ സിനിമയിൽ. നിന്റെ മൊയ്തീനിലെ എല്ലാവരും ബ്ലഡാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിന് എൻ്റെ ചങ്ക് കുറച്ച് ഞാൻ കൊടുത്തില്ലെങ്കിൽ അത് ഒട്ടും അതിനോട് നീതി പുലർത്തിയേ പറ്റുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ആ സിനിമ എൻ്റെ കിട്ടിയതിന് ശേഷം പോലും ഒരു 10 ദിവസത്തോളം ഞാൻ അത് മനസ്സിലിട്ട് കൊണ്ടുവിടുന്നതാണ്. ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അപ്പം വിമലിനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്, ഗോപി തുടങ്ങിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, തുടങ്ങിയിട്ടില്ല, ഇപ്പം തുടങ്ങുന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ കുറച്ചാളിങ്ങനെ മനസ്സിലിട്ടിട്ടുള്ളൊരു മാനസികമായ ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉള്ള സിനിമയാണ്. അപ്പോൾ മനസ്സിലാണ് അതിൻ്റെ വർക്ക് നടന്നത്. പിന്നെ അതുകൊണ്ട് തന്നെയാണ് അത് മനസ്സിലോട്ട് പോകാൻ പോകുന്നത്. അത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്രത്തോളം ഓരോ സീക്വൻസിനും പല സീക്വൻസിനും ഞാൻ കരഞ്ഞുകൊണ്ടാണ് അത് കമ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ സീക്വൻസും എൻ്റെ കണ്ണീരുണ്ട്. ഓരോ മ്യൂസിക്കിലും എൻ്റെ കണ്ണീരയിലുണ്ട്. ആ കണ്ണീര് പ്രേക്ഷകരെല്ലാവരും ഞാൻ ഏറ്റെടുത്തു. എനിക്ക് വന്ന അതേ കണ്ണീര് പ്രേക്ഷകർ കാണുന്ന ഓരോ പ്രേക്ഷകരുടെ കണ്ണിലും എനിക്കത് ഫീൽ ചെയ്യാൻ കഴിഞ്ഞു. അതിലാണ് ഈ സിനിമയുടെ വിജയം ഞാൻ കാണുന്നത്. അത് ഒരു പക്ഷേ എനിക്ക് ഭാവിയിൽ ഒരു ഓസ്കാർ അവാർഡ് കിട്ടിയേക്കാം. പക്ഷെ എന്നാലും ഞാൻ ഇത്ര ഹാപ്പി ആവില്ല. ഇത് എന്നും സത്യമാണ് ഈ പറയുന്നത്. ഗോപിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആളുകൾക്ക് ഒരു വല്ലാത്ത പോസിറ്റീവ് എനർജി കൊടുക്കുന്നുണ്ട്. സ്വന്തം SSLC ബുക്ക് എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ട ആളാണ്. ഞാൻ ഇങ്ങനെയാണ് എന്ന് വെച്ചാൽ എത്രയോ കുട്ടികൾ അത് കണ്ടിട്ട് പോസിറ്റീവായിട്ട് ഊർജ്ജസ്വലായിട്ട് അവരുടെ ജീവിതത്തിൽ. ഞങ്ങൾ ആ കാര്യത്തിൽ ഒരുപോലെയാണ്. എനിക്ക് 249 മാർക്കേ ഉള്ളൂ. ചേട്ടന് കുറച്ച് കുറവാണ്. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. എനിക്ക് 200 മാർക്കുള്ളൂ. ഞാൻ 49. അതെ അതെ, എനിക്ക് 49 മാർക്ക് കൂടുതലാണ്. ഞാൻ 9ാം ക്ലാസ് വരെ CBSE പഠിച്ച. അവിടെ നിന്ന് പറഞ്ഞു കേട്ടോ, ആ സ്കൂളിൽ ഒരു സെലിബ്രിറ്റിയെ സ്കൂളിന് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ ഒരു പോസിറ്റീവ്നെസ് ആ പാട്ടുകളിൽ കാണുന്നുണ്ട്. ഇപ്പം ഉസ്താദ് ഹോട്ടൽ, അൻവർ റഷീദിന്റെ ആ ഒരു സിനിമയിലെ സഞ്ചാരി നീ, ആ ഒരു പാട്ട് എനിക്കതൊന്ന് കേൾക്കണം, ഒരു 2 വരിയെങ്കിലും. അതിങ്ങനെ വെറുതെ പാടാൻ പറ്റിയ പാട്ടെങ്കിലും. സഞ്ചാരി നീ, സഞ്ചാരി ഞാൻ എന്നെന്നും, സഞ്ചാരി നീ, സഞ്ചാരി ഞാൻ എന്നെന്നും. ഇത്രയുള്ള എൻ്റെ ലൈൻസ്.
പിന്നെ ബാക്കിയെല്ലാം സ്വരാസാണ്. അതിന്റെ ഫ്രണ്ട് നവീൻ അയ്യരാണ് പാടിയിരിക്കുന്നത്. സോ അതൊരു ജസ്റ്റ് 1 ലൈൻ സോങ് ആണ്. സോ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പാട്ടാണ്. അതിലേറ്റവും ഹോണ്ട് ചെയ്യുന്ന ഒരു സാധനം ആ പാട്ടാണ്. അതെ, അങ്ങനെ ഒരു ഏറ്റവും കൂടുതൽ ആ പടത്തിൽ നമുക്ക് ഹോണ്ട് ചെയ്യുന്ന പാട്ടാണ്. അങ്ങനെ ഒരു സന്തോഷം ഇങ്ങനെയുള്ള പ്രോജക്റ്റിന്റെ ഭാഗമാകാൻ കഴിയുക, ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. ആക്ച്വലി നമ്മളെ ചിന്തിക്കണമല്ലോ, ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരായാലും എന്നെ ആ സമയത്ത് അങ്ങോട്ട് കാസ്റ്റ് ചെയ്യണമല്ലോ. ആക്ച്വലി ഈ മ്യൂസിക് അദ്ദേഹത്തിനെ ഏൽപ്പിക്കാം, അതൊരു വലിയ ഭാഗ്യമാണ്. അത് ഭഗവാൻ അവരെ കൊണ്ട് ആ സമയത്ത് തോന്നിപ്പിക്കുന്നത്. അതിനൊരുപാട് ഹാർഡ് വർക്ക് എൻ്റെ ഉണ്ട്. ഔസപ്പൻ സാറിനോട് ഒരുപാട് നന്ദി പറയേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഔസപ്പൻ സാറാണ് എന്നെ ഈ വിദ്യ പഠിപ്പിച്ചത് 14 വർഷം. പലപ്പോഴും പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഗോപി സുന്ദരന്മാരെ ഒരു മ്യൂസിക് ഡയറക്ടർ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, ജസ്റ്റ് ഔസപ്പൻ സാർ എന്ന് പറഞ്ഞ ഒരു മഹത് വ്യക്തിയുടെ കൂടെ ഒരു 14 വർഷം നിങ്ങൾക്ക് സ്പെയർ ചെയ്യാമെങ്കിൽ, ഡെഡിക്കേറ്റഡ് ആയിട്ട് സ്പെയർ ചെയ്യാമെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ബി ബെറ്റർ ദാൻ ഗോപി സുന്ദർ. ഇത് തന്നെയാണ് ഗോപി സുന്ദറിന്റെ വിജയത്തിന്റെ ഏറ്റവും പ്രധാന ഘടകം. നമ്മളെ ഗുരുവിനെ, മാതാപിത, ഗുരു, ദൈവം അല്ലെ, ഗുരുവിനെ ഓർമ്മിക്കുന്ന ഏത് കാര്യത്തിലും നമുക്ക് ഉന്നതി ഉണ്ടാവുള്ളൂ. ഒരു നാഷണൽ അവാർഡ് തിളക്കത്തിലാണ് ഇരിക്കുന്നത് പശ്ചാത്തല സംഗീതത്തിന്. ഈ ഒരു സിനിമയ്ക്കും അതുപോലെ അങ്ങനെ ഒരു പുരസ്കാരം, അതിന് മുകളിലുള്ള ഒരു പുരസ്കാരം കിട്ടിയിട്ട് നമുക്ക് ഒന്നിച്ച് ഇതുപോലെ ഇരിക്കണം, സംസാരിക്കണം. അല്ല, അതിലും വലിയ അവാർഡ് ജനങ്ങൾ തന്നു കഴിഞ്ഞു. അതാണ് ഇതിലെനിക്ക് നാഷണൽ അവാർഡ് ഒന്നും വേണ്ട. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് ഇത് കാണുന്നവന് ഒരു ഫീലിംഗ് കിട്ടുക, അത് മാത്രമല്ല ആ സിനിമയുടെ ധർമ്മം പൂർത്തീകരിക്കാൻ ഞാനൊരു ഭാഗമായതിൽ എന്നും ഞാൻ ഈശ്വരനോട് നന്ദിയുള്ളവനായിരിക്കും. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ പാട്ടിന്റെ 2 സൃഷ്ടാക്കൾ ഇങ്ങനെ അടുത്തിരുന്നിട്ട് ആ പാട്ട് നേരിൽ കണ്ട് കേട്ട് ആസ്വദിക്കാൻ പറ്റിയതിൽ ഒരുപാട്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാറിലിരുന്ന് പോകുമ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മക്ബൂൽ തന്നെയാണോ ഇത് എഴുതിയത്? സംശയമല്ലേ, ഒരു അദൃശ്യ ശക്തി എന്തുകൊണ്ട് ആ നിമിഷത്തിലാണ്, അടുത്ത നിമിഷത്തിൽ അത് പറക്കില്ല. ആ ഒരു നിമിഷത്തിന് വേണ്ടി മാത്രമാണ് അതുള്ളത്. ഇനി ആ ഒരു നിമിഷം നമ്മൾ ആഗ്രഹിച്ചാലും കിട്ടില്ല. പല കമ്പോസിഷൻ ചെയ്യുമ്പോഴും ഇത് ഉണ്ടാവാറുണ്ട്. ആ ഉണ്ടാവാത്ത ഒരു നിമിഷം വീണ്ടും വന്നിരുന്നെങ്കിൽ. എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, നമ്മുടെ ജോൺസൺ മാഷിന്റെ പാട്ട് സമയം ഉണ്ടാവും അറിയില്ലെങ്കിൽ ഞാൻ പറയാം. ജോൺസൺ മാഷിന്റെ പാട്ട് ദേവാംഗന, അത് ഉണ്ടായി കേൾക്കുമ്പോൾ നമ്മൾ ഒരുപാട് ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ അതില്ലാത്ത സമയത്ത്, ആ പാട്ടുണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു അവസ്ഥയിൽ ജോൺസൺ മാഷിന്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. എത്ര പെയിൻഫുൾ ആയിരുന്നു അദ്ദേഹം ആ ഒരു സിറ്റുവേഷനോട്ട്. 12 നോട്ട്സും ഉപയോഗിച്ചുകൊണ്ട് ഒരു പാട്ട് കമ്പോസ് ചെയ്യാൻ അദ്ദേഹത്തിന്. ആ ഒരു പാട്ട്, അത് എന്നും ഞാൻ ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ എന്നും കണ്ണിൽ നിന്ന് വെള്ളം വരും. അദ്ദേഹത്തിന് ആ ഒരു കമ്പോസറിന്റെ വേദന എന്ന് നമ്മൾ മനസ്സിലാക്കും. അതുപോലെ ഒരുപാട് പാട്ടുകളുണ്ട്, ബാബുക്കയുടെ പാട്ടുകൾ. അതൊക്കെ പറയാതിരിക്കാൻ നിർത്തിയില്ലെങ്കിലും ഇവരെയൊക്കെ കാണിച്ചെന്ന വഴിയിലൂടെയാണ് ഞങ്ങളുടെ എല്ലാവരും സഞ്ചാരം. അല്ലെങ്കിൽ ഞങ്ങളായിട്ടൊരു പുതിയ വഴിയൊന്നും വെട്ടിത്തെളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവരെല്ലാവരും കാണിച്ചു തന്ന വഴിയിലൂടെ സമാധാനപരമായി നമ്മളെ കൊണ്ടാവുന്ന ചെയ്ത് മുമ്പോട്ട് പോകുക എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ് ന്യൂസിൽ ധൂമിൽ അതിഥികളായി എത്തിയതിന്. മക്ബൂലിൽ നിന്ന് ഇനിയും കുറേ വരികൾ, ആ ശബ്ദം അല്ലേ, ഒരു വല്ലാത്തൊരു ആത്മാവുള്ളൊരു ശബ്ദവും ഹോണ്ടിങ് ആയിട്ടുള്ള വോയിസും കേൾക്കുന്നുണ്ട്. ഒരുപാട് നന്ദി. നമസ്കാരം.